എല്ലാരും നിശബ്ദരായിട്ടിരിക്കുക. നിയമസഭ തുടങ്ങാൻ പോവാണ്. 22-23 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായി ഒരാളവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ആരോട് ബഹളം വെക്കുന്നേ? സർ സർ സാർ ഈ നിയമസഭയില് ഞങ്ങളൊക്കെ മുൻപ് അംഗങ്ങളായിരുന്നവരാണ്. ഞങ്ങളെല്ലാം ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ശക്തിയായി പ്രതിഷേധിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. എന്തോ എങ്ങനെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. എന്തൊരു സത്യസന്ധത, എന്തൊരു നിഷ്കളങ്കത. ശ്രീകോവിലല്ല കണ്ടത്. ഒന്ന് സാർ, ഈ പാരലൽ സഭ ഒരിക്കലും ഇവിടെ കൂടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ സഭയ്ക്കകത്ത് സത്യാഗ്രഹ സമരം ഒരിക്കലും ഇവിടെ നടന്നിട്ടില്ല. അത് തന്നെ, സഭയ്ക്കകത്ത് ഇമാതിരി സത്യാഗ്രഹ സമരം ഒന്നും ഞങ്ങളുടെ ശിവൻകുട്ടിയാണെങ്കിലും കൂട്ടി നടത്തിയിട്ടൊന്നുമില്ല. അവരൊക്കെ ഭയങ്കര ഡീസന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ പോലെ സഭയുടെ നടുത്തളത്തിലിരുന്ന് സമരം ചെയ്യാനൊന്നും അന്നത്തെ പ്രതിപക്ഷത്തെ കിട്ടില്ല. വളരെ മാന്യതയോടെ സഭയിലെ കമ്പ്യൂട്ടറും മൈക്കൊക്കെ തല്ലിപ്പൊളിക്കുക, സ്പീക്കറുടെ കസാര എടുത്ത് വലിച്ചെറിയുക, വാച്ച് ആൻഡ് വാർഡുമാരെയും ബാക്കി സഭയിലുള്ളവരെയൊക്കെ കയ്യേറ്റം ചെയ്യുക. അങ്ങനെ അങ്ങനെ സമാധാനത്തിന്റെ രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അല്ലേ ശിവൻകുട്ടി ചേട്ടാ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് സർ. പാവപ്പെട്ട വാച്ച് ആൻഡ് വാർഡ് വനിതാ അംഗങ്ങളെ കയ്യും കാലും അടിച്ചൊഴിച്ചതിന്റെ പേരിൽ കേസെടുത്തതിന് പ്രതിഷേധിക്കുക. അത് എവിടുത്തെ ന്യായമാണ് സാർ? അത് തന്നെ, പാവപ്പെട്ട വാച്ച് ആൻഡ് വാർഡുമാരെയൊക്കെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ എങ്ങനെ തോന്നുന്നു? ശിവൻകുട്ടി ചേട്ടാ, എന്താ അവസ്ഥ? അന്ന് നല്ല തല്ലിട്ടിയായിരുന്നു. അതൊന്നും എനിക്കിപ്പം നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ കോടതിയിൽ പറയും. ആണോ? ശരി. ഞാനിപ്പോ ശവമാകും. എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോ. ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. എന്റെ പ്രതിപക്ഷമേ, എത്രന്ന് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഉപദേശിക്കുക? പാവം ഞങ്ങളുടെ ശിവൻകുട്ടി ചേട്ടന്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? എന്നാലും ആ സംഭവമൊക്കെ ശിവൻകുട്ടിയാണെന്ന് ഇത്ര പെട്ടെന്ന് മറന്നുപോയത് എങ്ങനെയല്ലേ? പിന്നെ ചുമതല വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെയല്ലേ, അല്ലാതെ അഭ്യാസ വകുപ്പിന്റെ അല്ലല്ലോ അല്ലേ?